ഇനി ചാപ്റ്ററിലെ സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു 4 പോയിന്റ് കണക്ട് ചെയ്യാനാണ്. ഇതിൽ ആദ്യം തന്നെ കളേഴ്സ്, പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ്, കോംപ്ലിമെന്ററി കളേഴ്സ്, പ്രാഥമിക വർണ്ണം, ദ്വിതീയ വർണ്ണം, പൂരക വർണ്ണം. ഈ കളേഴ്സ് ഒരു കോഡ് ഉണ്ട്, 6GB, മുകളിൽ M, താഴെ YC എന്നൊക്കെ ഇട്ടാണ്ട് ഒരു കോഡൊക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ 3 കളേഴ്സും കിട്ടും. അപ്പോൾ പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ്, കോംപ്ലിമെന്ററി കളേഴ്സ്, ഈ 3 കളേഴ്സും ഡിസ്കസ് ചെയ്യാം. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പബ്ലിക് എക്സാമുകളിലും കണ്ടിട്ടുള്ള ഒരു പോയിന്റാണ് വീക്ഷണ സ്ഥിരത. ദ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ 1/16 സെക്കൻഡ് ആണ്. അത് കണക്ട് ചെയ്ത് ന്യൂട്ടൺ കളർ ഡിസ്ക് ചോദിക്കും, ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരം ചോദിക്കും. അതാണ് ഇതിലെ ഒരു പോയിന്റ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പോയിന്റാണ് വിസരണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. വിസരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ 4 പോയിന്റ് പഠിച്ചു വെക്കുക. ഒന്ന്, ആകാശത്തിന്റെ നീലനിറം, അതേപോലെ തന്നെ ജലാശയങ്ങളുടെ നീലനിറം. ഈ ആകാശത്തിന്റെ നീലനിറത്തിന്റെ ഒരു പാരഗ്രാഫ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് ചോദിക്കും. അതേപോലെ തന്നെ ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യന്റെ നിറം ചുവന്നതാവാൻ കാരണം. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റാണ് ടിൻഡൽ എഫക്റ്റ്, ടിൻഡൽ പ്രഭാവം ചോദിക്കും. ഇതാണ് വിസരണവുമായി കണക്ട് ചെയ്ത് പഠിക്കേണ്ടത്. അതിൽ ആകാശത്തിന്റെ നീലനിറത്തിന് എക്സ്പ്ലനേഷൻ പഠിക്കുക, അതേപോലെ തന്നെ ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യന്റെ നിറത്തിനുള്ള എക്സ്പ്ലനേഷനും പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം സെറ്റായി. ഓക്കെ. പിന്നെ ഇതിൽ വരുന്ന മറ്റൊരു പോയിന്റാണ് ഈ വിസരണം കൂടിയ കളർ ഏതാണ്, വിസരണം കുറഞ്ഞ കളർ ഏതാണ്. വിസരണം കൂടുതൽ വയലറ്റ് ആണ്, വയലറ്റ് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. വിസരണം കുറവ് റെഡ് ആണ്. എന്ത് കളറുമായി കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിലും തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്ത്തും വിസരണം അഥവാ സ്കാറ്ററിങ്ങും കണക്ട് ചെയ്താണ് എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. ഇതാണ് ഇതിലെ സെക്കൻഡ് പാർട്ട്. ഇതിന്റെ ഇന്റർണൽ പാർട്ടൊക്കെ പഠിക്കണം. മിനിമം ഈ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് കവർ ചെയ്ത് പോകണം കേട്ടോ.